പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുകളിൽ നിന്ന് വന്ന് നിഹനിക്കുക, വീശുക, അവിടെ ജീവൻ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെ അന്ന് സംഭവിച്ചതുപോലൊരു അത്ഭുത പ്രവൃത്തി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മണ്ണിൽ അഴുകിപ്പോയ, ഇനി ഒരിക്കലും ഉണർവില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ സമയത്ത് പിതാവായ ദൈവം എസെക്കിയേലിനെ കൂട്ടിക്കൊണ്ടുപോയി ആ അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ സ്തുതിച്ചപ്പോൾ, അവൻ ആരാധിച്ചപ്പോൾ അസ്ഥികൾ ഉണർന്നെഴുന്നേറ്റ് ദൈവം മഹത്വം ദർശിച്ചതുപോലെ ഈ ഗ്ലോറിഫയർ മിനിസ്ട്രിയിലായിരിക്കുന്ന ഞങ്ങളും ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ മണിക്കൂറിൽ അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റി, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രോഗപീഠകളും പൈശാചിക ബന്ധനങ്ങളും തളർന്നുപോയ ജീവിത സാഹചര്യങ്ങളും എടുത്തു മാറ്റി പുത്തനുണർവോടുകൂടെ മുന്നേറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ജോയ് ബ്രദറിനെയും ഇത് കണ്ടക്ട് ചെയ്യുന്ന മറ്റ് സഹോദരങ്ങളെയും ഇപ്പോൾ സൂമിലൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദിവ്യകാരുണ്യ ഈശോയെ നീ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇങ്ങനൊരു ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ അവിടുന്ന് ഒരിക്കലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ, സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ മറിയം, പിശാചിനെ കാൽക്കീഴിലാക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കപ്പെടണമേ. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ജോയ് ബ്രദറിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കൂടുമ്പോൾ അതൊരു വലിയൊരു അഭിഷേകമായി മാറുന്നതാണ്. ഇന്ന് രാവിലെ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യേശു വെളിപ്പെടുത്തി തന്നത് ഈ ഗ്രൂപ്പിലുള്ളവർ അത്രയും തീയുള്ളവർ മാത്രമാണ് ഈ ശുശ്രൂഷയിൽ കൂടിയിരിക്കുന്നത്. അവർ ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മളിലൂടെ വലിയ പ്രവൃത്തികൾ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് അച്ഛന് ശാരീരികമായിട്ട് തൊണ്ടവേദനയൊക്കെ ആയി ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അത്രയും ക്ഷീണത്തിലൊക്കെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ റെസ്റ്റാണ്. അടുത്ത 2 ആഴ്ച അച്ഛന് ഇനി വരുന്ന ഒരു ആലുവയിൽ ഒരു ധ്യാനത്തിനൊക്കെ പോവാണ് അടുത്ത ഞായറാഴ്ച മുതലൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുമ്പോൾ ഇനി നമുക്ക് സെപ്റ്റംബർ 8-ാം തീയതി വരെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം വലിയ ശുശ്രൂഷകൾക്ക് നമ്മളെ ഈശോ ഒരുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് മുന്നേറാം. ഇനിയുള്ള സെഷനിൽ നമ്മുടെ ജോയ് ബ്രദർ നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ വ്യാപരിക്കാം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അവസാന ആശീർവാദം, ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് അച്ഛൻ നൽകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ആ വചനത്തിലേക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ നെൽസൺ Yes, brother. Translate ചെയ്യും. Praise the Lord, dear brothers and sisters. So at the end, Father will be giving us the blessing, with the blessed sacrament. So now we will move into the sharing of the word. ദൈവം പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയുവാൻ, കൂടുതൽ രുചിക്കുവാൻ, കൂടുതൽ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഈ 3 ദിനങ്ങൾക്കായി ഒത്തിരി നമുക്ക് സന്തോഷത്തോടെ നന്ദി പറയാം. Let us all together praise and thank the Lord for giving us another 3 days to gather and be soaked in the Holy Spirit and the Word of God. Hallelujah. Hallelujah.
ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിലൂടെ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും പരിശുദ്ധരായി തീരുവാൻ. The Holy Spirit desires that we should all become holy and be anointed with the Holy Spirit. പരിശുദ്ധാത്മാവാണ് വാസ്തവത്തിൽ നമ്മളെ വിശദീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. It is the Holy Spirit who purifies us and strengthens us. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവികമായ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുകയും ദൈവത്തോട് ഏറ്റവും അടുപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. It is the Holy Spirit that reveals to us all the spiritual mysteries and leads us to the closer to God. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ ഈ 3 ദിവസം നമുക്കായിരിക്കുവാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തിന് നമുക്ക് നന്ദി പറയാം. So let us thank the Lord for giving us 3 days to get closer to the Holy Spirit. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധി ഒന്നാമതായി നമ്മുടെ മേൽ പ്രകടമായി വരാൻ തുടങ്ങും. In these days, when the Holy Spirit is strengthening us, the holiness that the Holy Spirit gives us will be coming upon us. ഹല്ലേലൂയ. Hallelujah. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം. Titus, the letter to Titus, chapter 3, verse 4. ആരെങ്കിലും മലയാള ബൈബിളുള്ളവർ മലയാള ബൈബിളിൽ വായിച്ചേ. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം. Titus chapter 3 verse 4. Brother, English no vaikano. Okay. Malayalam vaithamad vachum. So first we'll have somebody will read in Malayalam, then Sister Blanche, if you're there, can you read in English? വായിക്കാവേ ബ്രദറെ? Yes. ഡോക്ടർ ഡയന വായിച്ചു. തീത്തോസ് വചനം 2-ാം അധ്യായമാണോ? 3-ാം അധ്യായം ചാപ്റ്റർ 3 3-ാം അധ്യായം വേർഡ്സ് 4. 4-ാം വചനം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. 2:5. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. പരിശുദ്ധാത്മാവിലുള്ള പുനർജീവനം, പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം. So the first thing is new life in the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്കൊരു നവീകരണം സംഭവിക്കുന്നത്. A new thing will happen in our life when the Holy Spirit gives birth to us once again. We are reborn in the Holy Spirit. പരിശുദ്ധാത്മാവിൽ നമ്മൾ എപ്പോഴെല്ലാം നിറയുവാൻ തുടങ്ങുന്നു അപ്പോഴെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിൽ നാം പോലും അറിയാതെ ഒരു നവീകരണം സംഭവിക്കുകയാണ്. Whenever the Holy Spirit is filling us, even without us realizing, there will be a renewal that is happening in us. ഹല്ലേലൂയ. Hallelujah. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം. 2 Thessalonians chapter 2 verse 13. 2 Thessalonians chapter 2 verse 13. തെസ്സലോനിക്ക 2 അധ്യായം 13-ാം വചനം. എന്നാൽ കർത്താവിന്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലങ്ങളായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ആദ്യം സംഭവിച്ച കാര്യം ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണമാണ്. പരിശുദ്ധാത്മാവിന്റെ ആദ്യ പടിയായി നമ്മിൽ സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവ്. The first step that the Holy Spirit takes in us when the Holy Spirit comes upon us is purification. പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ കഴിയുകയുള്ളൂ. Only when the Holy Spirit renew us, we will be able to have a closer relationship with God. കാരണം ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ആ പരിശുദ്ധനായ ദൈവത്തിലേക്ക് ഒരു മനുഷ്യന് അവൻ സ്വമേധയാ ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. അതിനൊരു മീഡിയേറ്ററായി, ഒരു സഹായകനായ, ഒരു മധ്യസ്ഥനായി പരിശുദ്ധാത്മാവ് വഴിയാണ് ദൈവപിതാവുമായിട്ട് നമ്മൾ കണക്ട് ആവുന്നത്.
It is not by our own personal effort that we'll be able to have a close relationship with God. There is a mediator who binds us together with the Lord, and that is the Holy Spirit of God. Hallelujah. Uh, Please, request participants to please mute your audio. Please mute your audio. താങ്ക് യു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവുമായി നമ്മൾ സംയോജിക്കുന്ന എല്ലാ മണിക്കൂറിലും നമ്മൾ പോലും അറിയാതെ ഒരു വിശുദ്ധിയുടെ അഭിഷേകം നമ്മുടെ മേലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. When we are in communion with the Holy Spirit, God, we will, even without us realizing, there will be a purification and holiness that is filling us. നമ്മൾ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാലും, എത്രമാത്രം അതിനുവേണ്ടി ശ്രമം നടത്തിയാലും, പരിശുദ്ധാത്മാവ് അതിന്റെ പൂർണ്ണതയിൽ നമ്മളെ വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. How much ever we have the desire to be holy, how much ever efforts we take to be holy, unless the Holy Spirit gives us that power, we cannot live in the holiness that we desire. യേശു ദൈവത്തിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ദൈവത്തിന്റെ ആത്മാവെന്നല്ല, പരിശുദ്ധിയുടെ ആത്മാവെന്നാണ് പരിചയപ്പെടുത്തിയത്. And when our Lord Jesus introduced the Holy Spirit, it was not Holy Spirit, but then the Spirit of holiness. Hallelujah. Hallelujah. ഈ ആത്മാവ് മുഖേനയാണ് നമ്മൾ ദൈവപിതാവുമായിട്ട് കണക്ട് ആവുന്നത്. It is only through the Holy Spirit that we are connecting with God the Father. Hallelujah. Hallelujah. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. First letter of St. Paul to the Corinthians, chapter 2, verses 11 onwards. 1 Corinthians, chapter 2, verses 11 onwards. Yes, sister. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം ശ്രദ്ധിച്ചേ ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. It is the Holy Spirit who is connecting us with God. ഈ പരിശുദ്ധാത്മാവ് ദൈവപിതാവുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നമ്മളെ വിശുദ്ധരാക്കിയതിനു ശേഷമാണ് ദൈവപിതാവുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. Before connecting us to God the Father, the Holy Spirit purifies us and makes us holy so that we may become worthy to be connected with God the Father. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാവോ ഡോക്ടർ ഡയാന? നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. Verse 12, 1 Corinthians chapter 2, verse 12. Now we have received not the spirit of the world, but the Spirit who is from God, that we might understand the things freely given us by God. നമ്മൾ ദൈവപിതാവുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും. The Holy Spirit is constantly connecting us with God the Father all the days. അവിടെ അപ്പോസ്തലൻ പറയാണ്, കൊരിന്ത്യർ സഭയോട് പറയാണ്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തിന്റെ ആത്മാവിനെയാണെന്ന്. So the apostle is telling the church in Corinth that we have not received the spirit of the world, but Spirit of God. Hallelujah. Hallelujah. എന്ന് പറഞ്ഞാൽ ലോകത്തിനൊരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഒരു മനുഷ്യനിൽ പ്രവേശിച്ചാൽ അവനെ ലൗകികനാക്കും. So that means there is the spirit of the world. So when the spirit of the world enters a person, the person will become a worldly person. ഈ ലോകത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആത്മീയനിൽ പ്രവേശിച്ചാൽ, ഈ മനുഷ്യനെ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക്, ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക്, ലോകത്തിന്റെ വ്യവസ്ഥകളിലേക്ക്, ലോകമാണ് എല്ലാം എന്നൊരു തലത്തിലേക്ക് ഈ ലോകത്തിന്റെ ആത്മാവ് മനുഷ്യനെ നയിക്കുവാൻ തുടങ്ങും.
So when the spirit of the world enters even a spiritual person, that person will start having desires and concerns of the world, and he or she will be led towards the ways of the world. എന്നാൽ നമ്മൾ പ്രാപിക്കുന്നത് അനുദിനം പരിശുദ്ധാത്മാവിനെ ആണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് സ്വർഗീയ ചിന്തകൾ, സ്വർഗീയ ശബ്ദങ്ങൾ, സ്വർഗീയ കാര്യങ്ങൾ അനുദിനം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. If we are constantly having every day, if we are being filled with the Spirit of God, then the Spirit of God will be giving us thoughts of the kingdom, thoughts, the words of the kingdom, and actions of the kingdom. ഹല്ലേലൂയ. Hallelujah. ദൈവത്തെ മനസ്സിലാക്കുക, തുടർന്ന് ദൈവത്തിൽ നിന്നുള്ളത് മനസ്സിലാക്കുക, ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ 3 നിലയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവപിതാവുമായിട്ട് കണക്ട് ചെയ്യുക. ഒന്നാമത് ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തിലുള്ളതിനെ മനസ്സിലാക്കുക, നമുക്ക് ദൈവം നൽകുന്ന ദാനങ്ങളെ മനസ്സിലാക്കുക. ഇങ്ങനെ 3 തലങ്ങളിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പിതാവുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. There are 3 stages in which the Holy Spirit connects us with God the Father, and that is understand who is God, understand what is in God, and then thirdly, what plans God has for us. ഹല്ലേലൂയ. Hallelujah. ഇതുകൊണ്ടാണ് നമ്മളെ ഈശോ പരിചയപ്പെടുത്തിയപ്പോൾ, ദൈവപിതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ യോഹന്നാൻ 6:46 നിങ്ങൾ എടുത്തു നോക്കിക്കേ. യോഹന്നാൻ 6:46. Gospel of St. John, chapter 6, verse 46. Gospel of St. John, chapter 6, verse 46. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം, ദൈവത്തിനുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ലൂക്ക 6:45 എന്താണ്? അവരെല്ലാവരും പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരാകുന്നുള്ള ഒരു വചനമാണ്. ഞാൻ എത്ര പറഞ്ഞ്? യോഹന്നാൻ 4 പറഞ്ഞ. 6:45 നോക്കി. 6:45 നോക്കി. അതെ, യോഹന്നാൻ 6:45. അവരെല്ലാവരും പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ ഡോക്ടർ നെൽസൺ. Gospel of St. John, chapter 6, verse 45. It is written in the prophets, and they will be taught by God. Everyone who has heard and learned from the Father comes to me. Praise the Lord. പരിശുദ്ധാത്മാവ് ദൈവപിതാവിൽ നിന്ന് പഠിക്കുവാൻ നമുക്കൊരു സാധ്യത ഒരുക്കി തരുവാൻ തുടങ്ങും. The Holy Spirit creates an opportunity for us to learn from God the Father. നമ്മൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്ന കുറെ അറിവുകളുണ്ട്. നല്ലതാണ്, ശ്രേഷ്ഠമാണ്, ദൈവവചനമാണ്. എന്നാൽ ദൈവപിതാവിൽ നിന്ന് ഡയറക്റ്റായി ദർശനങ്ങളിലൂടെ, വെളിപാടുകളിലൂടെ, ദൈവസ്വരങ്ങളിലൂടെ, ദൈവിക അത്ഭുത ഇടപെടലിലൂടെ എല്ലാം പഠിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ നിലയും നമ്മുടെ വിലയും മാറും. So it is good that we can learn about the Father from the scriptures, but greater than that is the revelation that we get from visions, from the revelations that God the Father directly gives us from his word directly to us, and to various miraculous works that the Lord has been working. What we learn about the Father directly from him, we will be special and anointed persons. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ലോകത്തിന്റെ ആത്മാവ് ലോക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. So just as how the Spirit of God teaches us about the things of the kingdom, the Spirit of the world will be teaching us about things of the world. ലോകത്തിന്റെ ആത്മാവുള്ളവൻ ലോകത്തെ സ്നേഹിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ അനുദിനം മൂവ് ചെയ്യുന്നവൻ എപ്പോഴും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിനുള്ളതിൽ നിന്ന് അവൻ ചിലത് പ്രാപിച്ചുകൊണ്ടേയിരിക്കും. The person who is led by the spirit of the world will be moving according to the world, will have desires of the world. But the person who is living daily with the anointing of the Spirit of God will have the desires of God, and then will be daily receiving what the Lord is imparting to him.
ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായി പ്രാപിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ ശക്തി കൊണ്ട് നിറയുന്ന വ്യക്തികളായി തീരും. When we start receiving directly from God the Father, we will be persons who are strengthened in the Spirit. പിന്നെ നമ്മുടെ അറിവല്ല നമ്മുടെ മേൽ ഭരണം നടത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവായിരിക്കും ഭരണം നടത്തുന്നത്. It is not our own knowledge that is governing us, but it is the Spirit of God who will be governing us. പിന്നെ നമ്മളെല്ലാം അറിയുന്നത് പരിശുദ്ധാത്മാവ് വഴിയായിരിക്കും. എപ്പോഴും എല്ലാം അറിയുന്നത് പരിശുദ്ധാത്മാവ് വഴിയായിരിക്കും. So all that we get to know will be through the Holy Spirit. പിന്നെ അവൻ്റെതായ ഒരു ഐഡിയ ഒന്നും ഈ ദൈവരാജ്യ സംബന്ധമായ വിശ്വാസത്തിലോ ശുശ്രൂഷയിലോ അവൻ ആഡ് ചെയ്യില്ല. എല്ലാം ദൈവത്തിൽ നിന്ന് അറിയുന്നത് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. So in his or her ministry, he or she does not need to add anything from his or own experience and knowledge, but the Holy Spirit will be revealing to him or her. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് ഈശോ നിക്കോദീമോസിനോടുള്ള സംഭാഷണത്തിൽ ഈശോ യോഹന്നാൻ 3:5 ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവിനുള്ള വീണ്ടും ജനനം എന്നൊരു പ്രക്രിയ, എന്നൊരു തത്വം. In the discussion that Jesus has with Nicodemus, Jesus is revealing to him in John 3:5 that we need to be born again in the Holy Spirit. ആത്മാവിൽ വീണ്ടും ജനിച്ചവൻ എപ്പോഴും ആത്മാവിന്റെ സ്വരം കേൾക്കുകയും ആത്മാവിന്റെ ഹിതം അറിയുകയും ആത്മാവിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ തുടങ്ങും. The person who is born again in the Spirit will be always attentive to the words of the Holy Spirit, will be attentive to the will of the Holy Spirit, and will be walking in the way that the Holy Spirit is showing him or her. ആത്മാവിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല, നമ്മുടെ ഒരു ആയുസ് കൊണ്ടാണ്. ആത്മാവിൽ നമ്മൾ ജനിച്ച് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ജനിക്കുന്നു, നമ്മുടെ ബലഹീനതയിൽ നമ്മൾ ജനിക്കുന്നു, നമ്മുടെ പലവിധമായ ഭൗതിക ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ ജനിക്കുന്നു കർത്താവിൽ. ഇങ്ങനെ കർത്താവിൽ ജനിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ കർത്താവിന്റെ ഒരു പൂർണ്ണതയുള്ള ഒരു ആത്മീയ മകനായി ഈ ഭൂമിയിലായിരിക്കുക. Being born again in the Holy Spirit doesn't happen just one day, but then being born again and again every day of our life till the end of our life. So whenever we are being born again, it means that being born again from all the problems that we have in this life, from all the worldly desires. So when we are being born again and again in the Spirit every day of our life, we will be strong persons in the ministry of our Lord. നമ്മളിലേക്ക് എല്ലാ ദിവസവും ആത്മാവ് വരുന്നു. ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുകയാണ്. So every day when the Holy Spirit comes upon us, we are being renewed or born again in the Spirit. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ആദ്യത്തെ വീണ്ടും ജനനം സംഭവിക്കുന്നത് മാമോദീസയിൽ വെച്ചാണ്. So the first born again experience of us happened when we had a baptism. നമ്മൾ വളർന്നു വരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം, പൈശാചിക ശക്തികൾ നമ്മുടെ മേൽ ഭരണം നടത്തുവാൻ തുടങ്ങും. So when we are growing up, the forces of the evil one, the forces of the world will be starting to govern us. എന്നാൽ നമ്മൾ കുദാശകളിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ബലഹീനതകൾ, സാത്താൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ, ഇവയിൽ നിന്നെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറി പോകുവാൻ തുടങ്ങും. ആ നിലയിൽ അതൊരു വീണ്ടും ജനനമാണ്. So when we are receiving the sacraments in our life, as we are receiving the sacraments, what is happening is that all the influence of the world, all the influence of the evil one, all the desires of the flesh, everything disappears from us, and we are having that born again experience every day. ഹല്ലേലൂയ. Hallelujah. എല്ലാ കുദാശകളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരികയാണ്. In all the sacraments, the power of the Holy Spirit is coming upon us. ഈ ശക്തി തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു ആത്മമനുഷ്യന് മാത്രമായിരിക്കും. ജഡിക മനുഷ്യനോ ലൗകിക മനുഷ്യനോ ഈ ആത്മാവിന്റെ കുദാശകളിലൂടെ വരുന്ന ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ സാധിക്കില്ല. അവനത് മനസ്സിലാവുകയുമില്ല. Every sacrament we are receiving the power from the Holy Spirit. Only a person who is spiritual will be able to realize this power that he or she is receiving through the sacraments. But a person of the flesh, a person of the world, will not be able to realize this power that comes when we are receiving the sacraments. ഹല്ലേലൂയ. Hallelujah.
നമ്മൾ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മ ഒരു ശക്തി നമ്മളിലേക്ക് വരികയും നിറയുകയും ചെയ്യും. When we are praising the Lord, the power of the Holy Spirit will come upon us and fill us. നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരികയും നമ്മളിൽ നിറയുകയും ചെയ്യും. When we are listening to the word of God, the Holy Spirit will come upon us and will be strengthening us. പരിശുദ്ധാത്മ വരുന്ന മണിക്കൂറിലെല്ലാം രണ്ട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കും. Every time the Holy Spirit comes upon us, two things happen. ഒന്ന്, നമ്മളിൽ നിറയുകയും രണ്ട്, നമ്മളിൽ ഉണ്ടായിരുന്നത് പുറന്തള്ളപ്പെടുകയും ചെയ്യും. One, there will be infilling of the Holy Spirit. Two, whatever evil is there within us will be pushed away from us, outside us. നമ്മളിൽ ഉണ്ടായത് ജഡത്തിന്റെ പ്രവണതകളാണോ, അത് തള്ളപ്പെടും. നമ്മളിൽ ഉണ്ടായത് ലോകത്തിന്റെ സ്വാധീനങ്ങളാണോ, അല്ലെങ്കിൽ ലോക ഇമ്പങ്ങളാണോ, ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ നമ്മളിൽ കിടന്നത്, എന്താണോ നമ്മളിൽ കിടന്നത് അതിനെ പരിശുദ്ധാത്മാവ് പുറന്തള്ളിക്കളയും. The Holy Spirit will push away, will push out all the desires that we have of the flesh, all that intention that we have, the attitudes of the world, everything that is within us that is not spiritual will be pushed away outside us by the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലുമുള്ള എല്ലാ വൈകല്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയും. So all that is evil in our body, in our mind, in our soul, the Holy Spirit will remove from us when the Holy Spirit comes into us. അങ്ങനെ ഈ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയത്തെ പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആലയമാക്കി മാറ്റും. When the Holy Spirit comes upon us, the Holy Spirit will transform this temple of God, the body which is a temple of God, into a holy place. നമ്മുടെ ചില സ്വഭാവ വൈകല്യങ്ങൾ, ചില അഹങ്കാരങ്ങൾ, ചില എടുത്തുകാടുന്ന സ്വഭാവം, നമ്മുടെ ചില സ്വാർത്ഥതകൾ, ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറന്തള്ളിക്കളയും. The personal traits that we have, the personal behaviors that we have, the personal attitudes that we have, which are not favorable to God, the Holy Spirit will be removing from us. അങ്ങനെ നമ്മളിലുള്ള ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും ഒരു ദൈവമനുഷ്യന് പാടില്ലാത്തതുമായ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ പോലും അറിയാതെ ഈ ആത്മാവ് വരുന്നു, നമ്മളിൽ നിന്ന് ഇത് പുറന്തള്ളുന്നു. ആത്മാവ് വരുന്നു, നമ്മളിൽ നിന്ന് പുറന്തള്ളുന്നു. ആത്മാവ് വരുന്നു, നമ്മളിൽ നിന്ന് പുറന്തള്ളുന്നു. ഇങ്ങനെ ഡെയിലി പ്രോസസ്സിങ്ങിലൂടെ ആത്മീയ മനുഷ്യനാക്കി പരിശുദ്ധാത്മ നമ്മളെ പണിതെടുക്കും. Whatever is not desirable to God, whatever should not be in the man or woman of God, when the Holy Spirit comes upon us, the Holy Spirit will be removing. When the Holy Spirit fills us, the Holy Spirit will be removing. So every day, this is the process that the infilling of the Holy Spirit does, will be removing everything that is not desirable to God. ഹല്ലേലൂയ. Hallelujah. നമ്മളെ എവിടെയൊക്കെ വീക്കായോ നമ്മൾ പോലും അറിയാതെ ആ വീക്കായ ഏരിയയിൽ പരിശുദ്ധാത്മ ശക്തിയുള്ള മനുഷ്യനാക്കി നിർത്തും. So in that particular area where we are very weak, the Holy Spirit will strengthen us and make us very strong persons. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. തുടർന്ന് ഈ വ്യക്തിയെ ശക്തിയുടെ മനുഷ്യനാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. The Holy Spirit will transform this person into a very strong person. പിന്നെ ഈ വ്യക്തി എപ്പോഴും ഒരു ശക്തിയുള്ള വ്യക്തിയായിരിക്കും. ദൈവത്തിന്റെ ശക്തിയുടെ വ്യക്തിയായി ഈ ഭൂമിയിൽ ദൈവം അവനെ ആക്കി മാറ്റും. The Holy Spirit will transform this person as a person strengthened by God on this earth. തുടർന്ന് ദൈവിക താലന്തുകൾ ഇവനിലേക്ക് പകരപ്പെടും. The spiritual talents will be imparted on this person. തുടർന്ന് ചില ഗിഫ്റ്റുകൾ ഇവന്റെ മേൽ കൈമാറും. There will be the gifts of the Holy Spirit that will be imparted to this person. അങ്ങനെ ഇവനെ ദൈവിക കാര്യങ്ങളുടെ വ്യക്താവായി ദൈവം അവനെ ഉയർത്തുവാൻ തുടങ്ങും. The Lord will start raising up this person as a person for godly work. ഈ നാളിലാണ് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. And it is in these days that the works of God, the revelation of God, the manifestation of God will start being revealed in our life. നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ പുതിയ ഭാഷകൾ നമ്മുടെ വായിൽ വരുവാൻ തുടങ്ങും. When we start praying these days, even without us realizing, we'll be praying in new tongues. അതുകൊണ്ടാണ് ഈശോ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം
അതിന്റെ 17 മുതലുള്ള തിരുവചനങ്ങളിൽ 18 മുതലുള്ള തിരുവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ അതിനാൽ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞത്. ഒന്ന് എടുത്തു നോക്കിക്കേ. That is why the Lord tells us in the Gospel of Mark, chapter 16, verse 18 onwards. Sister Diana. 17 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ആ, ഡോക്ടർ ഡയാന. ആ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ അല്ല, വയ്ക്കും, അവർ സുഖം 17 പ്രാപിക്കും. മുതൽ 17 മുതൽ. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ ശ്രദ്ധിച്ചിരിക്കട്ടെ. നാമത്തിൽ ഡോക്ടർ വെയിറ്റ്. വിശ്വസിക്കുന്നവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കൂടെ ആ വചനം പറയാണ് അടയാളങ്ങൾ ഉണ്ടാകും. ബ്രദർ നെൽസൺ. So the verse 17, the beginning of the word says, and these signs will accompany those who believe. That means only those who believe, they will be able to see the works of the Holy Spirit in them. പരിശുദ്ധാത്മാവിന്റെ ചില അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുവാൻ തുടങ്ങും. There will be certain manifestations, certain signs that the Holy Spirit will be bringing out of us. ഒന്നാമതായി നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് ആയിട്ടില്ല ഇതുവരെ. അത് കറക്റ്റ് ആക്കുന്ന ഒരു പ്രവണത പരിശുദ്ധാത്മാവ് ഒന്നാമതായി ചെയ്യും. If the first thing that the Holy Spirit does is for something that we have been praying for so long, but then it has not yet been rectified, that is what the Holy Spirit will first reveal. നമ്മൾ ഇതുവരെയും ശരിക്കും ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. So far we have not really prayed in the Spirit. ഇതാ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ വിവിധ ഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. On the day of Pentecost, when the Holy Spirit came upon the apostles, they started praying and speaking in different tongues. അവർ ദൈവത്തോടാണ് സംസാരിച്ചത്, അവിടെ ഇരുന്ന് ആരോടും അല്ല സംസാരിച്ചത്. So they were speaking to God, they were not speaking to men. അവിടെ ഉണ്ടായിരുന്നവരിൽ സംഭവിച്ച ഒരു കാര്യം, അവർ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്ന വാക്കുകൾ, കാര്യങ്ങൾ അവരവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലായി എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അപ്പോസ്തലന്മാർ ദൈവത്തോട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. In reality, the apostles were talking to God in new tongues. But what happened was that the persons who were gathered there in that place, they were able to understand what the apostles were speaking to God in their own language. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 44 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലന്റെ ഒരു ശുശ്രൂഷയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. So when we come to Acts of the Apostles chapter 10, we see another ministry that the apostles had been given. വേഴ്സ് 44 മുതലാണ്. Acts of the Apostles chapter 10 verse 44 onwards. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. തുടർന്ന് അതിന്റെ 46-ാം തിരുവചനം വായിച്ച്. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. പരിശുദ്ധാത്മാവ് വന്ന ഉടനെ അവര് പോലും അറിയാതെ ദൈവത്തോട് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. രണ്ടാമത്തേത്, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. സംസാരിക്കുവാനും സ്തുതിക്കുവാനുമുള്ള ഒരു ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിന്റെ ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു. So we see here two things that took place when the Holy Spirit came upon the apostles. We read that in Acts of the Apostles chapter 10 verse 44 and 46. The first thing is they were able to pray in a different language, and secondly they were able to praise in a different language. ഒരിക്കൽ അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയുടെ കൂടെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എഫേസസിൽ എത്തിയപ്പോൾ ഏതാനും ശിഷ്യന്മാരെ കണ്ട ഒരു സംഭവം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. So we see here when St. Paul in his journeys into an internal region through Ephesus, something that has taken place, we will be seeing in Acts of the Apostles chapter 19. അതില് 2-ാമത്തെ തിരുവചനം,
Acts of the Apostles, chapter 19, verse 2. വായിച്ചേ. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ആമേൻ. ശ്രദ്ധിക്കട്ടെ. ബ്രദർ. And he said to them, did you receive the Holy Spirit when you believed? And they said, no, we have not even heard that there is a Holy Spirit. Praise the Lord. അപ്പോസ്തലൻ എഫെസോസിലുള്ള വിശ്വാസികളെയാണ് കണ്ടത്. വിശ്വാസികൾ, ആ കാലത്ത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എന്ത് വിലയും കൊടുത്ത് വേണം ആ വിശ്വാസത്തെ നിലനിർത്താൻ. കാരണം മരണം പോലും സംഭവിക്കും ഞാൻ കർത്താവിന്റെ വിശ്വാസി എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു കാലത്തെ വിശ്വാസികളെ കുറിച്ചാണ് ഈ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അവരുടെ കൂടെ ആയിരുന്നപ്പോൾ ചോദിക്കുകയാണ്, ഇത്ര തീക്ഷ്ണതയുള്ള ഈ വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അപ്പോസ്തലനാണ് അവർ പറയാണ്, പരിശുദ്ധാത്മാവോ, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒന്ന് ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലെന്ന് അവർ പറയുകയാണ്. So we see here that Paul is speaking to the faithful in the early church. So when we say faithful persons in the early church, they were ready to give anything for their faith. Even their life, they were even at the cost of their life, they wanted to preserve their faith. So they were persons who were so zealous for the Lord. It is to these faithful people, men and women, that St. Paul is asking them, did you receive the Holy Spirit? And they reply to St. Paul, we have not even heard about the Holy Spirit. ഹല്ലേലൂയ. Hallelujah. അവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുകയാണ്. അവർ യോഹന്നാന്റെ സ്നാനമാണ് സ്വീകരിച്ചത്. തുടർന്ന് അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ സ്നാനം കൊടുക്കുന്നു, അവരുടെ മേൽ കൈകൾ വെക്കുന്നു. അതിന്റെ 6-ാം തിരുവചനം, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കാനും പ്രവചിക്കുവാനും തുടങ്ങി. So we see here that St. Paul gives them the baptism of our Lord Jesus. So they had received the baptism of St. John. So St. Paul is laying his hands upon them and baptizing them. And when they receive the baptism, when the Holy Spirit comes upon them, we read in verse 6 that when Paul had laid his hands on them, the Holy Spirit came upon them and they began speaking in tongues and prophesy. ഹല്ലേലൂയ. Hallelujah. എഫെസോസിലുള്ള വിശുദ്ധരുടെ മേലേക്ക്, ആ വിശ്വാസികളുടെ മേലേക്ക് വരികയും അവർ അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. So when the Holy Spirit, when they received the Holy Spirit in Ephesus, they were able to speak in tongues and they were also able to prophesy. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്ന സമയത്ത് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളെ കുറിച്ചാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 3 ഇടങ്ങളിലും പഠിപ്പിക്കുന്നത്. So the signs that happens in a person when they receive the Holy Spirit, that is being spoken about in different places in the Acts of the Apostles. പരിശുദ്ധാത്മാവുള്ള വ്യക്തികളിൽ അടയാളങ്ങൾ 100% വെളിപ്പെട്ടുകൊണ്ടിരിക്കും. When the Holy Spirit comes upon a person, these signs will be manifested 100% in the person who has received the Holy Spirit. ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ അടയാളങ്ങളെല്ലാം പ്രകടമാക്കി ആ വ്യക്തിയെ ദൈവം കൊണ്ടു നടക്കുന്നത്. So when these signs are manifested in a person, that means this person is being led by the Holy Spirit. പരിശുദ്ധാത്മാവ് അടയാളങ്ങൾ കൊണ്ട് ഈ വ്യക്തിയെ ദൈവപ്രവൃത്തിക്കായി ഉപയോഗിക്കുവാൻ തുടങ്ങും. Through these signs, the Holy Spirit starts using this person for the works of the kingdom of God. ഈ ഭാഷാപരം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരിക്കുന്നു, ആത്മീയമായ അഭിവൃദ്ധി കൈവരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ 14:4 അദ്ദേഹം പറയുന്നത്. So when the Apostle Paul is speaking, he speaks that the person who is praying, who's speaking in tongues, he's using it for his own edification, his own purification, for his own spiritual growth. And that is spoken in the letter to Corinthians chapter 14 verse 4. Second letter, brother. Yeah. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു, പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. മതി. ഈ ഭാഷാവരത്തിൽ ഈ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം
ഇവൻ പോലും അറിയില്ല ഇവൻ എന്താ പറയുന്നതെന്ന്. ഇവൻ പറയുന്നതെല്ലാം ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവനിൽ പ്രസാദിക്കുവാൻ തുടങ്ങും. So we read in first letter of St. Paul to the Corinthians, chapter 14, verse 4, the one who speaks in a tongue builds up in himself, but the one who prophesies builds up the church. So the person who is praying in tongues is praying to God, and that is being understood only by God. The others may not be able to understand. It is for his own purification and edification. പരിശുദ്ധാത്മാവിൽ ഇവനെ കൊണ്ട് ദൈവപിതാവിനോടും ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് ഈ ഭാഷാവരത്തിൽ. The Holy Spirit makes this person pray to God the Father using the gift of tongues. തുടർന്ന് ഇവൻ ഒരു ശക്തിയുടെ മനുഷ്യനാവാൻ തുടങ്ങുകയാണ്. So when he is continuing in this prayer, praying in tongues, he or she becomes a person who is strengthened by the Lord. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നൊരു സംഭവം പറഞ്ഞത് കൊണ്ട് മാത്രം ഭാഷാവരം പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതല്ല, ഭാഷാവരത്തിൽ നിന്ന് പ്രവചനങ്ങളും ഉണ്ടാകും. So when we say that the apostle is speaking about praying in tongues, it doesn't mean just praying in tongues. It also means that there is also prophesying through the gift of tongues. ഭാഷാവരത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് നമുക്ക് നൽകുമ്പോഴാണ് ഇത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല ദൈവ ശുശ്രൂഷയുടെ മുൻപിൽ പ്രവർത്തിപ്പിക്കുവാനും കൂടെ ഈ ഭാഷാവരത്തിൽ ആഡ് ചെയ്യപ്പെട്ട കുറെ പ്രവർത്തികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. So when we are filled with the Holy Spirit, we know that there are a lot of mysteries and secrets that are there in the gift of tongues. So when we are praying in tongues, the Holy Spirit reveals it is not just the praying that happens in the gift of tongues, but also prophesying. So when all these revelations will be given to us through the interpretation of the tongues by the Holy Spirit. Hallelujah. 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 ഈ പരിശുദ്ധാത്മാവിൽ ഭാഷാവരം ഉണ്ടാകുന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് 1 കൊരിന്ത്യർ 14:2 അദ്ദേഹം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആ വ്യക്തിയെ ആത്മാവ് പ്രചോദിപ്പിച്ചിട്ട് അവൻ പോലും അറിയാതെ ഭാഷകൾ വരികയാണെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. The Apostle Paul teaches us in 1 Corinthians chapter 14 verse 2, for one who speaks in a tongue speaks not to men but to God, for no one understands him, but he utters mysteries in the spirit. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് അവൻ ആത്മാവിൽ പ്രചോദിതനായിട്ട് ആത്മാവിന്റെ ആ തള്ളൽ അവന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു പുഷിങ്ങിൽ. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിന്റെ ചില എന്താ പറയാ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു കടന്നുകയറ്റമുണ്ട്. ഒരു എന്താ പറയാ, ആ ഒരു പുഷിങ്, വേറെന്താ ഒരു വാക്ക് മലയാളത്തിൽ പറയാം, ആ ഒരു സമ്മർദ്ദം. ആത്മാവിന്റെ ചില സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു ദൈവപ്രവൃത്തി, ദൈവശക്തി, ദൈവിക പ്രകടനങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ സാധ്യമാവും. So there will be, the person who is praying in tongues is being led by the Spirit. The Spirit is pushing him beyond his or her own understanding. There will be so many manifestations and workings of the kingdom of God when the Holy Spirit is moving and pushing this person. ഈ സമയം ഈ വ്യക്തിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഈ സമ്മർദ്ദം വരുമ്പോൾ, so when this nudge comes from the Holy Spirit, this person of God will not be able to control himself or herself. ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ആ വെളിപ്പെടുന്ന ഏരിയ. So this revelation is beyond the control of this person of God. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഈ റിട്രീറ്റിലെല്ലാം ഒരുപാട് പേർ ഇങ്ങനെ ഷിവറിങ്ങിലും അവരെടുത്തിയാടി നിലത്ത് കിടന്ന് വീഴുകയും അതുപോലെ തന്നെ എന്തൊക്കെയോ വാക്കുകൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന ആ വിഭ്രാന്തികൾ, അബ്നോർമൽ ആകുന്നത് പോലുള്ള ചില പ്രവൃത്തികളൊക്കെ നമ്മൾ ധ്യാനങ്ങളിൽ കാണുന്ന ഒരു പ്രവണത.
So that is the reason why in retreats we watch certain manifestation. We're able to witness certain manifestations which seem abnormal. So we see people who are jumping, who are shouting, who are rolling on the ground, who are trembling, and then who are speaking so many words which are unintelligible. ഒരിക്കലും ഒരു ധ്യാനത്തിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ മുമ്പിൽ ധ്യാനം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ മേലേക്ക് ശക്തി വന്നപ്പോഴേക്ക് അദ്ദേഹം കിടന്ന് വിറച്ചിട്ട് പല 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 എന്ന് പറഞ്ഞ് കിടന്ന് വിറച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുവാൻ തുടങ്ങി. So in one of the retreats, there was a person who's a high-ranking officer in the Indian police force. So he was in the front of the congregation when they were praying. And when the power of God came upon him, he started trembling and freezing. And then he started praying like how brother had just spoken about. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന, അവരുടെ സ്റ്റേറ്റിൽ അറിയപ്പെടുന്ന ഉയർന്ന ഒരു റാങ്കിലുള്ള ആളാണ്. ഇദ്ദേഹം എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരു നിമിഷം മാനുഷിക നിലയിൽ ഞാനൊന്ന് നോക്കി, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ. So when I was doing the ministry with the eyes of a human person, I was looking at this person. He's a very high-ranking person. Why is he behaving in such a manner? ഞാൻ അദ്ദേഹത്തോട് ഞാൻ ആ ഗ്രൂപ്പിനോട് പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ഒരു ശക്തി വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ഡെത്തായി പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. So I had told in the congregation that when the power of the Holy Spirit comes upon you, your own senses and your own intellect will fail, will die. ആ മണിക്കൂറിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതവും നമുക്ക് ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു എക്സ്പീരിയൻസിലേക്കും പരിശുദ്ധാത്മ നമ്മളെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ കൊണ്ടുപോകുവാൻ തുടങ്ങും. Within seconds, the Holy Spirit will be taking us to an experience which is beyond our understanding, which is beyond our intellect. Hallelujah. Hallelujah. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബുദ്ധിക്ക് അതീതമാണ് പരിശുദ്ധാത്മാവിന്റെ എല്ലാ പ്രവർത്തനം. When we enter into the first phase that the Holy Spirit leads us, everything else that is going to happen is going to be beyond our understanding and our intellect. Hallelujah. Hallelujah. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്, അങ്ങനെ വിട്ടുകൊടുത്തോണം. ആ സമയത്താണ് നമ്മൾ ആത്മാവിൽ ജനനം പ്രാപിക്കുന്നത്. When the Holy Spirit is moving us, we should not try to control what is happening to us with our own mind and with our own strength, but then leave it and surrender to the Holy Spirit. And that is when the rebirth in the Holy Spirit takes place. നമ്മുടെ ലൈഫില് ചില അപൂർവ മണിക്കൂറിൽ മാത്രമാണ് ഈ വിധത്തിലുള്ള ഒരു അഭിഷേക കൈമാറ്റം നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുന്നത്. It is only during special moments of our life that the Holy Spirit transfers such an anointing upon us. ഈ സമയത്ത് നമ്മൾ ആത്മാവിന്റെ ആഴമുള്ള ഏരിയയിൽ വളർച്ച പ്രാപിക്കുകയാണ്. So we are being led into the depths of the Holy Spirit. ആത്മാവിന്റെ ആഴമുള്ള ഏരിയകളെല്ലാം ഈ ലോകപ്രകാരം നോക്കുമ്പോൾ എന്താ പറയാ, ഒരു വിഡ്ഢിത്തരമുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു പൊട്ടത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്ന മിക്കവാറും തന്നെ. So when we are being led into the depths of the Holy Spirit, when we start looking at it from a worldly eye, it might look as something that is foolish. അങ്ങനെ ആത്മാവ് നമ്മുടെ മേൽ പണിയുവാൻ തുടങ്ങിയാൽ നമ്മൾ ആത്മാവിൽ ബലമുള്ള ദൈവ ശുശ്രൂഷകരായി മാറുവാൻ തുടങ്ങും. When the Holy Spirit starts molding us in His own way, we will become persons who are strengthened in the Lord. പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ നമ്മൾ പ്രബലരാകുവാൻ തുടങ്ങും. So we will be strengthened and we will be led by the power of the Holy Spirit. പിന്നെ നമ്മൾ അറിവിൽ ജ്ഞാനികളും പ്രവൃത്തിയിൽ ശക്തന്മാരുമായിരിക്കും. So we will be persons who are wise and persons who are strong in our actions. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 1-8 പങ്കുവച്ചത്. That is the reason why Jesus tells us in Acts of the Apostle, chapter 1, verse 8, that when the Spirit of God comes upon you, you will receive power from on high.
അങ്ങനെ ശക്തി ആത്മാവിന്റെ ആദ്യ പടി കഴിഞ്ഞ് ഭാഷാവരത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശക്തി വന്ന് നിറയുമ്പോൾ നമ്മൾ എല്ലാ ശക്തികൾക്കും മീതെ ശക്തിയുള്ളവരാകുവാൻ തുടങ്ങും. So when we are praying in the tongues, when we are praying in tongues and we are praising and adoring the Lord, when the Holy Spirit starts empowering us, we will receive a power which is beyond all the strength that the world can give. അതാണ് യൂദ തന്റെ ലേഖനത്തിൽ 20-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞു വെച്ചത്. So we read in the letter of Saint Jude, verse 20, we read, "But you, beloved, building yourselves up in your most holy faith and praying in the Holy Spirit." So when we pray in the Holy Spirit, we are being strengthened. നമ്മുടെ വിശുദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ വിശ്വാസത്തിൽ സ്ട്രെങ്ത് ഉണ്ടാകണമെങ്കിൽ ഈ ആത്മാവുമായിട്ടുള്ള കൂടിക്കലരുന്ന മണിക്കൂറിലാണ് നമ്മളിൽ ഒരു ആത്മീയ സ്ട്രോങ് ഒരു എന്താ പറയാ ആ പവർ വന്ന് നിറയുന്നത്. So if we need to be strengthened in our faith, we need to have this constant communion with the Holy Spirit. Only when we are being filled with the Holy Spirit and being reborn in the Spirit, we'll be strengthened in this holy faith. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, നമ്മൾ 1-2 മിനിറ്റ് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. തുടർന്ന് നമ്മൾ വീണ്ടും സെക്ഷൻ തുടരും. നമ്മൾ ഒരു 3-5 മിനിറ്റ് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ഉയർന്ന പടി കയറുവാനൊക്കെയായി നമ്മൾ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും സ്തുതിക്കണം. നിങ്ങൾ എല്ലാവരും കഴിയുന്നത്ര ആളുകൾ വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്തുതിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ സ്തുതിക്കരുത്, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യരുത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും സ്തുതിയും പ്രാർത്ഥനയും ഉയരണം. So we are going to pray together for a few moments. We're going to pray for 4 or 5 minutes. We will be praising and adoring the Lord. So at this moment, you are requested to just let everything free, not to control your mind, not to control your tongue. Do not pray with your mind, but allow the Holy Spirit to lead you. So pray loudly, pray and praise the Lord loudly. And those of you who want to turn on your videos, you may turn on. Those of you who want to unmute your audio, you can unmute, and then we will praise and adore the Lord. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഇപ്പോൾ സ്തുതിക്കുന്ന സ്ഥലത്ത് മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ നിങ്ങളെ തന്നെ നിങ്ങളുടേതായ ഒരു പ്രൈവറ്റ് മുറിയിലോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രഹസ്യത്തിൽ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കാനും, വാഹനങ്ങളിലാണെങ്കിൽ നിങ്ങൾ വാഹനങ്ങളിൽ നിങ്ങളുടേതായ വ്യക്തി മറ്റാരുടെയും ഒരു ശല്യമില്ലാതെ നിങ്ങൾ സ്തുതിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഈ ആത്മാവിന്റെ അഭിഷേകം ഈ മണിക്കൂറിൽ പ്രകടമായി വരികയുള്ളൂ. So another thing that I want to remind you is, if you are surrounded by others, you are requested to come separately, to come to a separate place so that you will be able to worship the Lord in secret. If you are in a vehicle, so make sure that there is nobody around you, or you are praising the Lord in secret. Only then the power of the Holy Spirit will be coming upon you. Amen. നിങ്ങൾ ഈ സമയം നിങ്ങൾ കേൾക്കുന്നവരല്ല, നിങ്ങൾ പ്രാപിക്കുന്നവരായി പരിശുദ്ധാത്മാവ് നമ്മളെ ചേഞ്ച് ചെയ്യുകയാണ്. So now what the Holy Spirit is going to do is, all those we are in the position of asking, the Holy Spirit is going to transform us into persons who are going to receive. ഈ സമയത്ത് ദൈവത്തിൽ നിന്ന് കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുവാൻ കഴിയും. So these moments you will be able to listen to what the Spirit says. You will be able to see what the Holy Spirit is revealing. You will be able to know and understand what the Holy Spirit is revealing to you. Yeah. Praise the Lord. ഈ ഈശോ സ്വർഗരാജ്യ സംബന്ധമായ എല്ലാ ദൈവശക്തിയെക്കുറിച്ചും ദൈവപ്രവൃത്തിയെക്കുറിച്ചും ഈശോ പറഞ്ഞത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞെങ്ങനെയാണ്? സ്നാപക യോഹന്നാന്റെ കാലത്തിന് ശേഷം ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്നാണ്. അത് ബലവാന്മാർ പിടിച്ചെടുക്കുമെന്നാണ് ഈശോ സ്വർഗരാജ്യത്തെ ഒന്ന് പരിചയപ്പെടുത്തിയത്.
So when the Lord Jesus introduced the kingdom of God, he says, after the time of St. John the Baptist, the kingdom of God will be strengthened by powerful men and women of God. That is said in Matthew chapter 12, verse 11. Hallelujah. Hallelujah. അതുകൊണ്ട് നിങ്ങൾ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. അവിടെ ദൈവമായിട്ടുള്ള ഈ മണിക്കൂറിൽ മറ്റൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. തടസ്സമായി നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജ്വലിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, സ്തുതിക്കുവാനും ആരംഭിക്കുക. So we need to praise and adore the Lord with all of our strength, with all of our heart, with all of our mind, with everything that is within us. We need to worship and adore the Lord. ഹല്ലേലൂയ. Hallelujah. നിങ്ങളിങ്ങനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ നിങ്ങൾ ഹാലേലിയ പറഞ്ഞാണ് സ്തുതിക്കുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ലലലലലലന്നോ അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങളോ ശുചിചുചിന്നോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ആ ശബ്ദത്തിൽ തന്നെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ആ ശബ്ദം തന്നെ ഉപയോഗിക്കണം. ഇനി ചില സമയങ്ങളിൽ നിങ്ങൾ ഹാലേലിയ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചില വാക്കുകൾ പൊങ്ങി വരുന്നുവെങ്കിൽ, ചില വാക്കുകൾ ലാബ, ഷംലോറിയ, അലബത്തോ, ഹീത്തോം, ലേക്കി, അലയ്യ, ഇങ്ങനെ വാക്കുകൾ വന്ന് ആ പരിശുദ്ധാത്മ നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധി കൊണ്ടൊന്നും ചിന്തിക്കരുത്. ആ വാക്ക് പറയാൻ ശ്രമിക്കുക. തുടർന്ന് ആ വാക്കുകളിൽ തന്നെ ദൈവത്തോട് സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഈ മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുക. When we are praying and worshiping the Lord, the Holy Spirit will be nudging you and leading you to worship Him. These certain sounds that are given to you. So when the Holy Spirit is giving you some sounds, keep praying in those sounds. Sometimes there'll be certain words that the Holy Spirit is going to give you. So keep praying in those words that the Holy Spirit is giving. Do not control your tongue. Do not try to think what it is. The Holy Spirit is giving you a new tongue, a new gift of tongues, to use that to praise and adore God. So some words, some sound or some words that the Holy Spirit will be revealing to you. നിങ്ങൾ ബുദ്ധി കൊണ്ടൊന്നും ചെയ്യരുത്. പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ട് വേണം ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും. So do not control with your mind, but allow the Holy Spirit to lead you in this worship. നമ്മളെ സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് ദിവ്യകാരുണ്യത്തെ നോക്കി സ്തുതിക്കുന്നത് നല്ലതായിരുന്നു. അച്ഛൻ അച്ഛനുണ്ട്. അപ്പൊ അച്ഛ നമുക്ക് ദിവ്യകാരുണ്യത്തെ നോക്കി എല്ലാവരും സ്തുതിക്കാം. ആരും ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല. ചിലത് പ്രാപിച്ചെടുക്കാൻ ഒരു 5 മിനിറ്റ് എങ്കിലും അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മൾ സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകും. Hallelujah. Hallelujah, hallelujah, hallelujah,
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ബ്രദർ ജോയ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം. ബ്രദർ ജോയ്
ബ്രദർ അൺമ്യൂട്ട് ചെയ്യണം. പ്രൈസ് ലോർഡ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് ഹല്ലേലൂയ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ശബ്ദങ്ങൾ, പുതുതായി നാവിൽ പുതിയ ചില ശബ്ദങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ പുറത്തു വന്നു. അങ്ങനെ അനുഭവം കിട്ടിയവർ ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് പങ്കുവെക്കാവോ? പുതിയ ശബ്ദങ്ങളോ പുതിയ വാക്കുകളോ നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നെങ്കിൽ അങ്ങനെ അനുഭവം കിട്ടിയവർ ഒന്ന് പങ്കുവെച്ച് ഈ സമയം. As we are worshiping and adoring the Lord, a few of you would have got the experience of hearing new sounds when you were praying, or new words that were coming out of your mouth. Those of you who had such an experience are welcome to share it in a few minutes. ആർക്കെങ്കിലും പറയാനുണ്ടോ? Is there anybody who wants to share the experience that you had? New sounds or new words? ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? Is there anyone who had such an experience? You can unmute yourself and then you can. Brother, I got this word Rocco. What? Rocco, I got second. Rocco. പ്രാർത്ഥിച്ചപ്പോ റോക്കോ റോക്കോ എന്നൊരു വാക്ക് വന്നു അല്ലേ? ബ്രദർ ഡോക്ടർ നെൽസൺ Brother. ആള് പറഞ്ഞത് മലയാളത്തിൽ. So when sister was praying, sister പ്രാർത്ഥിക്കുമ്പോൾ അവന് റോക്കോ അങ്ങനെ ഒരു വാക്ക് വന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഭാഷകൾ കിട്ടിയ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശബ്ദമോ ഭാഷയോ കിട്ടിയ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? Is there anyone else who had an experience of a new word or a new sound? So when we were praying hallelujah hallelujah, ഈ ഗ്രൂപ്പില് മൈക്കിൾന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാത്യുന്നോ അതുപോലെ തന്നെ റോസിയോ റോസായ് അങ്ങനെ എന്തൊരു പേരുള്ള മാമോദിസ്റ്റ പേരോ അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? Is there anyone in this group who's having the name Michael or Matthew or Rose or Rosary who has got അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? Does anybody have this kind of a baptismal name in this group? Brother, എൻ്റെ പേര് മൈക്കിളാ, നെൽസൺ മൈക്കിൾ. ബ്രദറിന്റെ പേര് മൈക്കിൾ എന്നാണല്ലേ? നെൽസൺ മൈക്കിൾ. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? Is there anybody else? Rose, Rosary, Michael, Matthew. So any? ഇങ്ങനെ ഈ 3 പേരുള്ള. റോസമ്മ is there, brother. റോസമ്മ. റോസമ്മയുണ്ട്. ഓക്കെ. വേറെ ഈ മാത്യു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? മത്തായി മാത്യു. Is there anybody? ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ? ബാപ്റ്റിസം നൈമോ അല്ലെങ്കിൽ അവരുടെ നൈമോ ഉള്ള? Is there anybody with the name Matthias or Matthew, which could be their name or their baptismal name? ഓക്കെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില പ്രവചനങ്ങൾ ഉണ്ടായി. അതിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ആളെയും ഈ റോസി എന്ന് പറഞ്ഞ ഈ ആളെയും ഈ മാത്യു അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്ക് വെളിപ്പെട്ടത്. കൃത്യമായി മൈക്കിളും ഇവരുടെ പേര് ഞാൻ കൃത്യമായിട്ട് കേട്ടു. നിങ്ങളെ ശുശ്രൂഷയിൽ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കാൻ തുടങ്ങാൻ പോവുകയാണ് എന്നൊരു പ്രവചന ദൂത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകുകയുണ്ടായി. So when we were praying in the Spirit revealed to me certain prophecies. So that was the persons with the name Michael, Matthew, Rose, Rosama. So the Lord is strengthening you in the ministry and the Lord is going to use you greatly in his mission. പൊതുവായി 2 പ്രവചനങ്ങൾ ഉണ്ടായി. അതില് ഒരു പ്രവചനം ഇങ്ങനെയാണ്, ഞാൻ കേട്ടതാണ്, ഈ വോയിസ് കേട്ടതാണ്. നിങ്ങളെ ഞാൻ എൻ്റെ പ്രകാശവാഹകരായി
ഈ ഭൂമിയിൽ കണ്ടിരിക്കുന്നു എന്ന് കർത്താവിന്റെ ആത്മാവ് അരുളി ചെയ്തു. The Holy Spirit revealed two things to me. The first one is in the form of a voice. I see you as a light. I see you as a light as my light on this earth. Stotram. ആമേൻ. മറ്റൊരു പ്രവചനം ഉണ്ടായത് ഇങ്ങനെയാണ്: നിങ്ങളിലെ ചില കല്ലുകളെ സാത്താന്യ ലോകം തടഞ്ഞ ഒരു ഏരിയയാണ്. കല്ലുകൾ കൊണ്ട് സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയെ തടയുക, വിശുദ്ധിയെ തടയുക, അഭിഷേകത്തെ തടയുക, കൃപാവരങ്ങളെ തടയുക, ശുശ്രൂഷകളിൽ നിന്ന് തടയുക. ഇങ്ങനെയുള്ള ചില സാത്താന്റെ കല്ലുകൾ കൊണ്ട് അവൻ പണിത ചില മതിലുകളെ കർത്താവ് ചിലരുടെ ശുശ്രൂഷ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, കൃപാവര കൈമാറ്റ ശുശ്രൂഷകളിൽ തടസ്സമുണ്ടായിരുന്നത് കർത്താവ് ചിലരിൽ നിന്ന് എടുത്തു കളയുന്നതായി ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുകയും ഞാൻ ആ വോയിസ് കേൾക്കുകയും ചെയ്തു. സാത്താൻ വെച്ച കല്ലുകളെ ഞാൻ ഉടച്ചു കളയുന്നു, ആ മതിലിനെ ഞാൻ ഉടയ്ക്കുന്നുവെന്ന് ആത്മാവിൽ നിന്ന് ഞാൻ ആ സ്വരം, ആ വോയിസ് കേട്ടു. The second prophecy that I heard and also saw as a vision, the words that I heard was, I'm breaking the stones and barriers that the evil one has kept on you. So the barriers that the evil one has kept on the life of some persons is in the as a block in the prayer life, as a block in the holiness, as a block in the anointing, as a block in the ministry, and all these blocks and these walls that Satan has built, these stones the Lord is breaking and removing from your life. That is a prophecy for this group. Hallelujah. Let us clap our hands and glorify the Lord. Hallelujah. 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 ഈ പരിശുദ്ധാത്മാവിന്റെ ഭാഷകളും തുടർന്നുണ്ടാകുന്ന പ്രവചനങ്ങളുമാണ് പരിശുദ്ധാത്മാവിന്റെ ആദ്യ ഏരിയകളായി നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്ന ഏരിയ. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്യുക. So request all of you to you can close your videos, you can turn off your videos. So the first level in which the Holy Spirit is going to use us is through the gift of tongues. How to use the gift of tongues. ഈ പ്രവചനങ്ങൾ പുതിയ നിയമ വ്യവസ്ഥയിൽ പ്രവചനങ്ങൾ വെളിപ്പെടുന്നതെല്ലാം യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് എല്ലാ പ്രവചനങ്ങളും പുതിയ നിയമത്തിൽ. In the New Testament, all the prophecies were revealing that Jesus is a living God. He is still living amidst us. That was a prophecy in the New Testament. അതാണ് വെളിപാട് പുസ്തകം 19-ാം അധ്യായം 10-ാം തിരുവചനത്തിന്റെ അവസാന വാക്കിൽ പ്രവചനത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ആത്മാവാണെന്ന് പറയുവാനിടയായത്. So that is why we read in the book of Revelation, chapter 19, verse 10. Chapter 19. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. വായിച്ച ബ്രദറിന് വായിച്ചു. Chapter 19, verse 10. Then sister നിങ്ങൾ വായിക്കുക, പിന്നെ ഞാൻ വായിക്കാം. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരൻ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. So we read in the book of Revelation, chapter 19, in the later part of the verse, then I fell down at his feet to worship him, but he said to me, you must not do that. I am a fellow servant with you and your brothers who hold to the testimony of Jesus. Worship God. For the testimony of Jesus is the spirit of prophecy. Praise the Lord. പ്രവചനങ്ങൾ എവിടെയെല്ലാം വെളിപ്പെടുന്നുണ്ടോ അവിടെ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. So wherever there are prophecies, there is a clarity that Jesus is the living God. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഏരിയയാണ് പ്രവചനങ്ങളിലൂടെയുള്ള ശുശ്രൂഷകള്. So the ministry of prophecy is strengthening in the spirit. ഇത് സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ വളർച്ചയ്ക്കല്ല, ഈ പറയുന്ന വ്യക്തിയുടെ വളർച്ചയ്ക്കല്ല. ഇത് വളർച്ച സംഭവിക്കുന്നത്, സാധ്യമാകുന്നത് സഭയ്ക്കകത്താണ്.
So the growth of when a person is prophesying, the growth doesn't happen for the person who is prophesying, but it is for the church. The prophecy strengthens the church. അതാണ് അപ്പോസ്തലൻ പ്രവൃത്തി 1 കൊരിന്ത്യർ 14 അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ഉത്കർഷ്ടം കൊണ്ടുവരുന്നു, വളർച്ച കൊണ്ടുവരുന്നു. So that is why we read in 1 Corinthians chapter 14 that the person who is prophesying brings a growth in the church. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഇന്നും ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ സഭയിൽ എല്ലാവരും വിശ്വാസത്തിൽ പൂർണ്ണത പ്രാപിക്കുവാനും, ദൈവസഭയിൽ നടക്കുന്ന ഈ പ്രവൃത്തി കണ്ട് അവിശ്വാസികൾ സഭയിൽ പ്രവേശിക്കുവാനുമാണ് ദൈവം തന്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്നും 2000 ചില്ലറ വർഷമായിട്ടും മുടങ്ങാതെ നിരന്തരം സഭയിൽ ദൈവം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. The works and the signs of the Lord are being worked so that the church may be strengthened, so that every member of the church, their faith might become complete. And seeing these signs and wonders that is happening in the church, those who are not having any belief, those unbelievers who are looking at the church will be drawn to the church, and they will be filled with the Spirit of God, and they also will be able to experience the miracles and the wonders that the Lord is working. അപ്പോസ്തലനായ പൗലോസ് എല്ലാവരോടുമായി സഭയിലുള്ള എല്ലാവരോടുമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രവചനത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. 14-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. So we find St. Paul reiterating once again that we need to pray for the gift of prophecy. We read it in 1 Corinthians chapter 14. പ്രിയമുള്ളവരെ, നമ്മൾ പ്രവചിക്കുവാൻ ദൈവം എല്ലാ കാലത്തും ദൈവത്തിന്റെ മക്കളിൽ ഈ പ്രവചന ശുശ്രൂഷ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കുറിച്ചൊരു അറിവ് ഒന്നാമതായി നമുക്കുണ്ടായിരിക്കണം. The Lord desires to give us this gift of prophesying, to transfer, to experience his gift of prophesying, and therefore we need to have an understanding. Firstly, we need to have an understanding what is this gift of prophecy. പൗലോസ് അപ്പോസ്തലൻ ഇത് കൊരിന്ത്യർ സഭയോട് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ 14-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 14 അതിന്റെ 31-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം പറയാണ്, അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കാനും ഇടയാകും. നിങ്ങൾക്ക് എല്ലാവർക്കും, സഭയിൽ ഏതെങ്കിലും ഒരാളല്ല, എല്ലാവർക്കും പ്രവചിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സഭയിൽ പ്രവചിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അന്നും അതെ ഇന്നും. So we during the early church and even today, the desire of the Lord is that every member of the church should prophesy. And so that is the desire and what is there in the heart of God. We read about that in 1 Corinthians chapter 14, verse 31. For you can all prophesy one by one, so that all may learn and all may be encouraged. So it is not just for one person or certain special persons, but it is for every person who's in the church, that the Lord has a desire that all should be prophets, should prophesy. അതേ അധ്യായത്തിൽ തന്നെ 39-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവാൻ ആഗ്രഹിക്കുവിൻ എന്ന്. So in the same chapter, St. Paul is urging us that we should have a strong desire for the gift of prophecy. So we read in verse 39, so my brothers, earnestly desire to prophesy and do not forbid speaking in tongues. Praise the Lord. ആമേൻ. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കേണ്ട രണ്ടാമത്തെ ഒരു ഏരിയയാണ് പ്രവചനാഭിഷേകം. പ്രവചിക്കാനുള്ള അഭിഷേകവും പ്രവചിക്കാനുള്ള ഗിഫ്റ്റും പ്രവചന രീതികൾ, പ്രവചനത്തിന്റെ തലങ്ങൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം മാറി മാറി പ്രവചിച്ച് പഠിച്ച് വളർച്ച പ്രാപിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്.
So through St. Paul, the Holy Spirit is revealing his desire that the second thing that we should have, this strong and earnest desire, is the gift of prophecy. So we should have an understanding of prophecy and different ways through which prophecy works. And so praying together and then prophesying with each other, we will be able to discern and see the ways in which the gift of prophecy is working. So this is the second desire that we should have, that the Holy Spirit is revealing to us through St. Paul. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാണ്: കർത്താവെ, എനിക്ക് പ്രവചനാത്മാവിൽ നിറയണം, പ്രവചന വരം നൽകണം, പ്രവചിക്കാനുള്ള കഴിവ് നൽകണം, പ്രവചിക്കാനുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് എന്നെ മാറ്റണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നാളെ നമ്മൾ കൂടുതൽ പ്രവചനങ്ങളുടെ ഏരിയകളിലേക്ക് പരിശുദ്ധാത്മാവ് അനുവദിച്ചാൽ പ്രവേശിക്കാം. നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. ഇന്ന് നമ്മൾ കുറച്ച് സമയം പോയി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിന് മുൻപിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് അച്ഛൻ നമ്മളെ ആശീർവദിച്ച് ഇന്നത്തെ സെക്ഷൻ അവസാനിക്കുന്നതായിരിക്കും. So now we are going to pray for some time. So the prayer and the intention that we're going to place is that we need to be filled with the gift of prophecy and then be transformed into persons who are having this gift of prophecy. So how to transfer this gift of prophecy that the Lord is giving us. So we'll be praying with that thirst and with that desire in our heart, so that the Holy Spirit will give us this gift of prophecy and the spirit of prophecy will be filling us. And tomorrow, God willing, we will be entering more and more into this area of gifts or gift of prophecy. Today, since time is running out, so we will be praying for some time, and Father will be giving us the final blessing with the Eucharistic Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah, hallelujah, hallelujah.
ആമേൻ. Praise you, Jesus. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാളെ നിങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാവരും വേഗത്തിൽ അല്പം നേരത്തെ നിങ്ങൾ എത്തിച്ചേരുക. നമ്മൾ നാളെ കുറച്ച് സമയം നമുക്ക് പോരാ. ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു സെക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ തീഷ്ണതയോടെ വേഗം കൃത്യസമയത്ത് തന്നെ വരിക. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെല്ലാവരെയും ഇതില് പങ്കാളികളാക്കണം. So tomorrow we request all of you to please join on time. So come little early. So we'll spend some more time praising, worshiping the Lord, and then we will be also reflecting. Tomorrow there will be a separate session given by Father, and so share this link with your friends and with your family members. So there'll be many more person who will be blessed by these sessions. നമ്മള് പ്രാർത്ഥനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് ശുശ്രൂഷയിൽ കുറച്ച് വോക്കൽ കോഡിന് ചില സൗണ്ട് കൂടുതൽ ഒത്തിരി എടുത്ത് കണ്ടിന്യൂസ് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ബലത്തോടെ വന്ന് നാളെ നമ്മളെ സർവീസ് ചെയ്ത് നമ്മുടെ മേൽ ശുശ്രൂഷിക്കുവാൻ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. So let us also remember Father, pray for Father, because because of long ministry and there's a problem with his vocal cord. So let us pray for healing, and then so when Father shares a word, there'll be great strength and anointing that is upon him. So keep praying for greater anointing and then strength for Father. നാളെ നമ്മൾ കൂടുതൽ പ്രവചനങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വലിയ ദാഹത്തോടെ വരണം. പരിശുദ്ധാത്മാ ആ വിധത്തിൽ നമ്മളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. So tomorrow we will be reflecting on the gift of prophecy. So come with a great thirst and a desire for the gift of prophecy. Keep praying with that thirst during the day, so that when we come, we will be able to receive the gift of prophecy that the Holy Spirit is giving us and strengthening us with. Amen. God bless you. Hallelujah. Praise God the bless Lord. you. Hallelujah. Hallelujah. Okay, praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord.